ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നാണ് കേട്ടോ എൻ്റെ ലാസ്റ്റ് 2 TT അടിക്കാനുള്ള ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഐശ്വര്യ അമ്മയാണ് കേട്ടോ വന്നത്. നമ്മൾ TT ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ക്യാൻറ്റീനിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് നമുക്ക് ഈ ഒരു സൺഡേ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനെ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ സമയമാകുമ്പോഴേക്കും കൃഷ്ണേന്ദു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ മാത്രമേ നാട്ടിലുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഒന്ന് കൂടാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 1 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി വീട്ടിൽ ഫുഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വന്നിട്ടില്ല കേട്ടോ. അമ്മ വീട്ടിലേക്ക് പോയി. ഞാനും ഐശ്വര്യം കൃഷ്ണേന്ദും നേരെ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ പോയിട്ട് സ്ഥിരം ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ മന്തിയൊക്കെ ഇരുന്ന് നമ്മൾ കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അമിതേൻ്റെ അമ്മേൻ്റെ കടയിലാണ് കേട്ടോ. അമിത അവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ അവിടെ പോയിട്ട് അമ്മേനെ കണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മൾ നേരെ പോയത് ഞങ്ങൾ പഠിച്ച സ്കൂളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പം നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സൊന്നും അധികം ഇല്ല. അജിത മിസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അജിത മിസ്സിനെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിസ് നമ്മളെ നേരെ കൊണ്ടുപോയത് കോഫി കുടിക്കാനാണ് കേട്ടോ. മിസ് നമുക്ക് കോഫിയും പിന്നെ അതേപോലെ തന്നെ പൊക്കവടയൊക്കെ വാങ്ങി തന്നു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരിട്ടുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ ബസ്സിലൊക്കെ കയറി വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറേ നേരം അവിടെ ഇപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബൈ.